ജീവിക്കുന്നതിന് വേണ്ടി അനുവാദം ലഭിച്ച പ്രിയപ്പെട്ട ആലിൻ ലോകത്ത് പങ്കുവയ്ക്കലിൻ്റെ വലിയ ഒരു മാതൃകയാണ് സൃഷ്ടിച്ചത്. പ്രിയപ്പെട്ട കുടുംബത്തെ സംബന്ധിച്ച് വേർപാടിൻ്റെ ദുഃഖം താങ്ങാൻ കഴിയാത്തതാണ് എങ്കിലും പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ ഈ പ്രിയപ്പെട്ട ജീവിതം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ജീവിക്കാൻ കൊതിക്കുന്ന 5 ജീവിതങ്ങൾക്ക് ഈ കുടുംബം വലിയ ഒരു കരുതലാണ്, കൈത്താങ്ങാണ് നൽകിയത്. പങ്കുവയ്ക്കലിൻ്റെ ഉദാത്തമായ മാതൃക ലോകത്തിൻ്റെ മുൻപിൽ സമർപ്പിച്ച പ്രിയപ്പെട്ട റജിച്ചാൻ, അതേപോലെ അരുൺ, ഷെറിൻ, പ്രിയപ്പെട്ടവർ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ മനസ്സുകളിൽ കേരള സംസ്ഥാന ദേവസ്വം ബോർഡ് മന്ത്രി VM വാസവൻ സാറ് അനുശോചനം അർപ്പിക്കുന്നതാണ്. ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരെ, ദുഃഖാർത്തരായ കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഒരു നാടിനെയാകെ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് ഹൃദയഭേദകമായ രംഗത്തിലൂടെ നാം കാണുന്നത് ഈ മോളുടെ വേർപാട് ഏറെ വേദനാജനകവും ദുഃഖകരവുമായിട്ടാണ്. സമൂഹം ഈ വേദന അടിച്ചമർത്തുമ്പോൾ തന്നെ ഉന്നതമായ സാമൂഹ്യ ബോധത്തിൻ്റെ, ഉദാത്തമായ മനുഷ്യ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമായി രക്ഷകർത്താക്കൾ ഈ സമൂഹത്തിന് നൽകുന്ന സന്ദേശം മഹത്തരമാണ്. ചരിത്രത്തിൽ സ്ഥാനം പിടിക്കുന്ന ഏറ്റവും സ്വർണ്ണലിപികളാൽ ആലേഖനം ചെയ്യുന്ന അധ്യായമായി അത് മാറും. ഒരു വിശ്വമാനവികതയാണ് ഇവിടെ പ്രദാനം ചെയ്തിരിക്കുന്നത് രക്ഷകർത്താക്കൾ. ഏതാണ്ട് നിരവധി കുഞ്ഞുങ്ങൾക്ക് പുനർജന്മം നൽകാൻ 10 മാസം പ്രായമുള്ള നമ്മുടെ പ്രിയ കുഞ്ഞിൻ്റെ വേർപാട് മാറിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും മഹത്തരമായ ദൗത്യമായി കണ്ടത്. മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് എത്തുന്ന ഘട്ടത്തിലൊക്കെ ഞങ്ങളോട് ബന്ധപ്പെട്ടിരുന്നു. ഈ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനുള്ള ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ എല്ലാ പരിശ്രമവും പരാജയപ്പെട്ടു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് യഥാർത്ഥത്തിൽ രക്ഷകർത്താക്കൾ ഉന്നതമായ ഈ തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നത്. ആ രക്ഷകർത്താക്കളെ എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല. സംസ്ഥാന ഗവൺമെൻറ്റിന് വേണ്ടി ആ രക്ഷകർത്താക്കളെ ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുകയാണ്. ഇത്തരമൊരു തീരുമാനത്തിലേക്ക് അവരെത്തിച്ചേർന്നു. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ തന്നെ ഈ മോൾക്ക് ഇന്നത്തെ സംസ്കാര ചടങ്ങ് സർക്കാർ ബഹുമതികളോടുകൂടി
സർക്കാരിൻ്റെ എല്ലാ ആദരവും അർപ്പിച്ചുകൊണ്ടായിരിക്കും എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. സംസ്ഥാന ഗവൺമെൻറ് തന്നെ ഈ ഉയർന്ന തീരുമാനത്തെ ഏറ്റവും ആദരവോടുകൂടി ബഹുമാനത്തോടുകൂടി ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ ഉയർത്തിക്കാട്ടും. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ നമ്മളെല്ലാം ദുഃഖാർത്തരായ കുടുംബാംഗങ്ങളുടെ വേദന പങ്കുവയ്ക്കാൻ ഇവിടെ എത്തിച്ചേരുമ്പോൾ തന്നെ നമുക്ക് ഈ ലോകത്തിൻ്റെ മുമ്പിൽ മഹത്തായ ഒരു സന്ദേശം പ്രദാനം ചെയ്ത ഈ കുടുംബത്തെ നെഞ്ചേറ്റിക്കൊണ്ട് ചരിത്രത്തിൻ്റെ ഭാഗമായി അവരെ പ്രത്യേകമായി അഭിനന്ദിക്കാം. മോളുടെ വേർപാടിൽ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തി സംതപ്ത കുടുംബാംഗങ്ങളെ എല്ലാവരെയും അതോടൊപ്പം സഭയെയും അനുശോചനം അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.